ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ മൈക്കിളണ്ണൻ വരുന്ന ദിവസം കേട്ടോ. അതാണ് എല്ലാവരും ഇന്ന് ഹാപ്പി. അപ്പോൾ നിങ്ങൾ ഫുള്ള് ഹാപ്പി അല്ലേ? ഷിൻജാനെ പിഞ്ചാനെ അല്ല ഷിൻജാനെ ഡോറമാനെ ഫ്രാങ്ക്ലിൻ കാക്ക എൻ്റെ ബന്ധുവല്ലേ, ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. ഒരു മിനിറ്റ് ഇത് അവന് വിളിക്കണ്ടല്ലോ. എന്താടാ? രാഹുലാണല്ലോ. എന്തേക്കാരം ആവശ്യം? നമ്മൾ ഫ്രാങ്ക്ലിനല്ലേ. എടാ എന്തേ കുഴപ്പമെന്താ? ഇതെന്താ ഇപ്പോൾ വിളിച്ചേ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓനക്ക് വരാൻ പറ്റൂല. ഓനൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. അവൻ്റെ ഫ്ലൈറ്റൊക്കെ ക്യാൻസലായി. ഫ്ലൈറ്റ് പോയിട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു ദിവസം വരട്ടോ. ഓക്കെ, ഇതെന്താണാവോ, എന്താ പറ്റിയോ എനിക്ക്. ഓൻ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചതാണല്ലോ. ഓനെ ആക്സിഡൻ്റ് ആയി. അതുകൊണ്ട് ഓനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രശ്നം നോക്കട്ടെടാ. അതുകൊണ്ട് ഇപ്പം എത്രയും പെട്ടെന്ന് നല്ല സീരിയസ് പ്രശ്നമാണ്. അതുകൊണ്ട് പിന്നെ വരട്ടാ. ഇതിപ്പോൾ ഈ ടൈം പറ്റൂല. ഓക്കെ, ബൈ. ഏട്ടാ എന്തൊരു കഷ്ടമാണ്. ദേഷ്യം കയറി. ഈ ചക്കൻ വരാൻ പറഞ്ഞാണ്. എന്നാലും എന്തിനാണാവോ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചു. ഇനി എന്താ ചെയ്യുക? അന്ന് നമ്മൾ വീഡിയോ എടുത്തും പോയി കണ്ടന്റ് കിട്ടൂല. നമുക്ക് ദുബായിലേക്ക് പോയാലോ? അന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ദുബായി പോണൊരു വീഡിയോ ഇടാൻ. നമുക്ക് ദുബായി പോയാലോ? ഷിൻജാനെ ഡോറമാൻ എന്ത് പറയുന്നു? അപ്പം നമുക്കൊരു വണ്ടി എടുക്കണം, എന്നിട്ട് വേണം. ദുബായ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്ഥലമല്ല. അല്ല, ഇതാരാ അപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിൽ കയറിയിരിക്കണ്? എടാ ഇജെന്താ ഇവിടെ ഇങ്ങനെ? സുകുമാരൻ ഇജെന്താ ഇവിടെ? പോടാ അവിടെ. നിനക്കിപ്പോൾ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അപ്പോഴോ വണ്ടി കയറ്റിയാണ്ട് അവിടെ കൊണ്ടുപോയി കുത്തിയിരിക്കണം. അവിടെ സ്ക്രാച്ച് ചെയ്യാൻ നോക്ക്. പുതിയ വീടാണ്. എൻ്റെ വണ്ടീൻ്റെ പുറത്ത് കയറി. ഏതായാലും ഓരവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ. പൊട്ടനാണ്, ആരോടും പറയണ്ട. നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഷിൻജാനെ ഡോറമാനെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, നമുക്ക് ഈ വണ്ടി ഇതൊക്കെ എടുത്ത് തിരിയണം. അത് കുഴപ്പമില്ല, നമുക്ക് പുതിയ വണ്ടി എടുക്കാൻ പോകട്ടോ. നമുക്ക് ഇങ്ങനത്തെ വണ്ടിയൊന്നുമല്ല. നിങ്ങൾ നെട്ടോ പൈസ ഉണ്ടാവോ നോക്കട്ടെ. എണ്ണയൊക്കെ ഇപ്പോൾ 1.5 മില്യൺ ഉണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. ഇതേതാ വണ്ടി നിങ്ങൾക്ക് മനസ്സിലായ? എടാ നിങ്ങൾ രണ്ടാളും അവിടെ ഇരിക്കട്ടാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പം നിങ്ങൾ രണ്ടാളും അവിടെ ഇരിക്കട്ടാ. അപ്പം നമുക്ക് നേരെ വണ്ടി എടുക്കാൻ പോവാം. നമ്മളെ വണ്ടി ഏതാന്ന് വെച്ചാൽ ലംബോർഗിനി ഹുറാക്കൺ കേട്ടോ. ദ ബെസ്റ്റ് വണ്ടി എവറാണ്. എന്നാലും നമുക്ക് സൂക്ഷിക്കാതെ കൊണ്ടടക്കാൻ പറ്റുമോ നോക്കാം. അവൻ്റെ ആളോടെ അതാ നിൽക്കണ്. എടാ ഇത് നമ്മളൊരു കൂട്ടുകാരനാണ് കേട്ടോ. എടാ നമുക്ക് പുതിയൊരു വണ്ടി വേണമായിരുന്നു. എന്ത് പറയുന്നു? എനിക്ക് പൈസ ഒക്കെ ഇതാ പിടിച്ചോ. എടാ എനിക്ക് വണ്ടിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല, ഇജ് വണ്ടി എടുത്തത് പൈസ ഒന്നുമില്ല. ഇജ് കുറച്ച് ആ റെഡിന് ഒരു 1000 റുപ്യാവും, പിന്നെ സെൻറ്ററിന് കളറിന് 2000 റുപ്യ, പിന്നെ 2000 റുപ്യ, പിന്നെ തേർഡ് വണ്ടിക്ക് ഒരു 5000 റുപ്യാവും. അതുകൊണ്ട് ഈ റെഡ് വണ്ടി എനിക്ക് ഇഷ്ടമുണ്ടാ എടുത്തോ. ഓക്കെ, ഞാൻ വണ്ടി എടുക്കാം. ഇതേതായാലും പോയിക്കോ. ഞാൻ ഈ വണ്ടി എടുത്തോണ്ട് പോവാം. ഷിൻജാനെ പിഞ്ചാനെ ഇതിൽ കയറിക്കോ. ഫസ്റ്റ് നമുക്ക് വേറൊരു വണ്ടി എടുത്തുകൊണ്ട് വരാം. ഈ വണ്ടി എടുക്കാൻ ഈ വണ്ടി അവിടെ ഇട്ടുകൊണ്ട് പോരണ്ടല്ലോ. അതുകൊണ്ട് ഈ വണ്ടി അവിടെ വെച്ചുകൊണ്ട് നമുക്ക് വേറെ നമ്മളൊരു ചെറിയൊരു വണ്ടി ഉണ്ട്, ആ വണ്ടി എടുത്തുകൊണ്ട് പോരട്ടോ. അതാണ് നല്ലൊരു വണ്ടി ടു ടേക്ക് ദ ന്യൂ കാർസ്. അല്ലാതെ എനിക്ക് ഇവിടെ നടന്നു വരാൻ എനിക്കിഷ്ടമല്ല. ഞാൻ ഇപ്പോൾ പൈസക്കാരനായി. എന്നാലും ഞാൻ പൈസ ഇല്ലാത്തവനാണ്. വർക്കിങ് പൈസ ഇല്ലാത്തവൻ്റെ പോലെ. പക്ഷെ വണ്ടി എന്തൊരു തട്ടലാ.
നമുക്കൊരു ലക്കേ ഇല്ല തോന്നുന്നു. ഡോറൊക്കെ പോയി. ഇനി ഏതായാലും നമുക്ക് പണിയിപ്പിക്കണം. തുറക്ക് സീസേ. എന്തൊരു കഷ്ട. ഈ വാതിലാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇട്ടൊരു ഒരു പണി ചെയ്തോളാം. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ വണ്ടി ഷെഡിൽ കൊണ്ട് കയറ്റിടാം. ജസ്റ്റ് വണ്ടി എനിക്ക് ഡോർ ഇറക്കണ പോലെ. ഷിൻചാനെ ഡോറമാനെ അവിടുന്ന് ഇറങ്ങിക്കട്ടാ. നമ്മളെ വണ്ടി ഇതാണ്, ഞാൻ കാണിച്ചുതരാം. എന്താണെന്നറിയാം, ഈ വണ്ടി എനിക്ക് സ്പീഡും ഉണ്ടാവും, നല്ല സ്പീഡും ഉണ്ടാവും. പിന്നെ ചെറിയൊരു വണ്ടിയാണ്, അങ്ങനെ പൈസ ഇല്ല അങ്ങനെ. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി ആയിട്ട് പോവാം. ഇപ്പം തന്നെ നല്ല സ്പീഡുണ്ട് കേട്ടോ. തുറക്കോ സീസേ. തോ ഓക്കെ ഗൈസ്. നമ്മളെ ഡോറൊക്കെ അവിടെ കിടക്കണം. അവൻ്റെ വണ്ടീൻ്റെ ബമ്പറൊക്കെ പോയിക്കുന്നു. ലക്ഷമുള്ള വണ്ടിയാണ്. എടാ മനുഷ്യനെ ഒന്ന് മാറിക്കടാ. ഓക്കെ, ഇതിൻ്റെ പിന്നെയും തട്ടി. എന്തൊരു ഇഷ്ടമാണ് ഈ വണ്ടി മൊത്തം. നമ്മൾ ഓടിക്കണ വണ്ടി മൊത്തം തട്ടലാ തോന്നുന്നു. ഏതായാലും നമുക്ക് നമ്മളെ സ്ഥലം എത്തിക്കണം. അമ്മേ പഠിച്ചോനെ, അയാളേതോ കാട്ടുവാക്കാനെ തോന്നുന്നു, ഡ്രൈവിങ് അറിയാത്ത. ഓക്കെ, നമ്മൾ ലംബോർഗിനി ഹുറാക്കൺ എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോവാം. ഇതാട്ടെ നമ്മൾ ലംബോർഗിനി. ഞാൻ തന്നെ പാട്ടിട്ട് സെറ്റല്ലേ. ഏതായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പറപ്പിക്കാം. ഇവൻ വല്ലതിൻ്റെ വണ്ടിക്ക് കുത്തിയ അവൻ്റെ ഒക്കെ ഞാൻ പൈസ ഇവിടെ മാറടാ. ഓക്കെ, ഏതായാലും നമുക്ക് പറപ്പിച്ച് വിടാം. ഈ വണ്ടി റെഡ് പെയിൻറ്റ് അടിപൊളി. എനിക്ക് റെഡാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ റെഡ് എടുത്തത്. പൈസ നോക്കൂല. എനിക്കിപ്പോൾ കുറച്ച് പൈസ കൂട്ടി കൊടുത്തുകയാണ് കേട്ടോ, അത് കുഴപ്പമില്ല. വാതിൽ ഇറക്കണം അണ്ണാച്ചിയെ. 2 നേരത്തെ ഡോറും തുറന്ന്. ഇനി ഏതായാലും നമുക്ക് കറക്കി വേണ്ട, നമുക്ക് വണ്ടി ഒന്ന് ബാക്ക് കൊണ്ടുപോയിക്കൊണ്ട് പാർക്ക് ചെയ്യാം. അത് ഇങ്ങനെ പോവാം. നമുക്ക് പാട്ട് പാടാൻ അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല, പക്ഷെ എങ്ങനെയെങ്കിലും മുക്കി പാടും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓഫ് റോഡ് അതാ ഒടിഞ്ഞ്. അവിടെ ഒന്ന് ഇറങ്ങടാ എൻ്റെ പഠിച്ചോനെ. നീ വണ്ടി ക്രെയിനറ്റ് പൊന്തിച്ചേണ്ടി വരുമോ? എങ്ങനെ ഇരിക്കണം. ഏതായാലും നമുക്ക് ക്രെയിൻ വിളിച്ചുകൊണ്ട് ക്രെയിൻ വിളിച്ചുകൊണ്ട് വണ്ടി പൊക്കും ചെയ്യാം. പിന്നെ ഈ 2 വണ്ടി ശരിയാക്കും ചെയ്യാം. എടാ ബാഗൊക്കെ എടുത്തച്ചില്ലേ? ഞാൻ ബാഗ് എടുത്തിക്കണ്. നമ്മൾ വണ്ടി 2 ശരിയാക്കിയിട്ട് ആ വണ്ടി ശരിയാക്കി, പിന്നെ ഈ വണ്ടി ശരിയാക്കി. ഓക്കെ, ഇനി ഈ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ നമ്മളെ സ്ഥലത്തേക്ക് ഇടാം, ദുബായ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കട്ടെ. എല്ലാവരും കയറിക്കണില്ലേ? ഷിൻചാനെ, ഡോറമാനെ, ഫ്രാങ്ക്ലിൻ ദിനേശ. എനിക്ക് ഫസ്റ്റ് ടൈമല്ല ഞാൻ ദുബായിക്ക് പോണേ. ഞാൻ ആദ്യം അമേരിക്കയിലല്ലേ. സൂപ്പർ ഇക്കാരല്ലേ ഫ്രാങ്ക്ലിൻ ദിനേശക്കൊക്ക. ഞാനൊക്കെ ഇവിടെ ഇരുന്നിരിക്കണം. ഞാൻ ഡിക്കിയിൽ കയറി ഇരിക്കണം. നല്ല സ്ഥലമുള്ള നല്ല വണ്ടി, അടിപൊളി ഡിക്കിയാണ്. എനിക്ക് ഡിക്കിയിൽ ഇഷ്ടമായി. ഞാനെന്നാ എല്ലാ ദിവസവും ഡിക്കിയിലിരിക്കാം. ഈ ഷിൻചാനൊന്നും സംസാരിക്കണില്ല കേട്ടോ. അപ്പം ഷിൻചാൻ, എനിക്കിപ്പോൾ എത്ര വയസ്സായി? ഇച്ചിപ്പോൾ എത്രാം ക്ലാസ്സിലെത്തി? അതൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ അന്ന് പോയ ദിവസം മുതൽ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. 1 വർഷം കഴിഞ്ഞിട്ടല്ലേ വന്നേണേ. ഫ്രാങ്ക്ലിൻ ദിനേശ കാക്ക, എനിക്കിപ്പോൾ 8 വയസ്സായി. ഞാൻ നല്ല വലിയ കുട്ടിയായി. നമ്മളിപ്പോൾ ദുബായ് എത്തിയില്ലേ. ഞാൻ വലിയ കുട്ടിയായി. ഞാനിപ്പോൾ 1-ാം ക്ലാസ്സിലല്ല, 3-ാം ക്ലാസ്സിലെത്തി. എനിക്ക് ഇപ്പം നല്ല അറിവുണ്ട്. ഇത് ദുബായിലൊരു ബുർജ് ഖലീഫ ഉണ്ട് അല്ല ഫ്രാങ്ക്ലിൻ ദിനേശ? ഓക്കെടാ, കറക്റ്റ്. നല്ല ബുദ്ധിശാലി. ചേച്ചി മാറിക്കോ, ഓരവിടെ ഒക്കെ. നമുക്കിപ്പോൾ ഒന്നും നോക്കണ്ട.
നമുക്ക് ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് എടുക്കണം. ഇപ്പോൾ ഫ്ലാറ്റ് ഇതിപ്പോൾ നല്ലൊരു ഹോട്ടലാണ് തോന്നുന്നത്. നമുക്കിവിടെ വണ്ടി എടുത്തിട്ട് കണ്ട് ദുബായ് ഒന്ന് കാണാം. എടാ ഇജ്ജ് ദുബായ് നിങ്ങൾ രണ്ടാളും കണ്ടിട്ടില്ലല്ലോ. ഷിൻജാന് പിന്നെ കുറച്ച് കണ്ടിട്ടുള്ളൂ അല്ലേ ഷിൻജാനെ? ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളിവിടെ എത്തി. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ദുബായ് കറങ്ങും.